നമസ്കാരം. സമ്പത്തിന്റെ നിയമങ്ങൾ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് 7-ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല നിയമങ്ങളും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുമൊക്കെ സംസാരിച്ചു. ഇത് നമ്മുടെ ചാനലിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, ബിസിനസ് മാസ്റ്ററി ഹബ് ആയതുകൊണ്ട് ഏത് സമ്പത്തിന്റെയും അടിസ്ഥാനം ബിസിനസ്സിൽ തന്നെ ആംഗിളിലൂടെ പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരാൾ ബിസിനസ് ആരംഭിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. സമ്പത്ത് ഉണ്ടാക്കാൻ ഏറ്റവും ലളിതമായ മാർഗവും അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗവും, നല്ല എന്ന വാക്കല്ല, ഏറ്റവും ഉചിതമായ മാർഗം ബിസിനസ്സാണ്. പക്ഷെ ബിസിനസിന്റെ അൾട്ടിമേറ്റ് ഗോള് കാശുണ്ടാക്കലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന്. കാരണം പണം ഉണ്ടാക്കൽ എന്നത് മാത്രമല്ല ബിസിനസിന്റെ അൾട്ടിമേറ്റ് ഗോള്. പണം ആവശ്യാനുസരണം സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യവും മാനസിക സ്വാതന്ത്ര്യവും അനുഭവിക്കുക എന്നതുള്ളതാണ് ബിസിനസിന്റെ അടിസ്ഥാന തത്വം. എൻ്റെ മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ ആദ്യം തന്നെ ഇത് പ്രത്യേകിച്ച് ഊന്നി പറയുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഉണ്ടാക്കൽ, ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കലല്ല യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അതിനെ എത്രത്തോളം സുഖകരമായി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അതുമായിട്ട് എടുക്കാനുണ്ടാവും, വലിയ വലിയ ബിസിനസ്സുകാരെ പറ്റിയിട്ട്. അപ്പൊ ഇന്നത്തെ വിഷയം, അതൊക്കെ നമുക്ക് മറ്റൊരു ദിവസം ദീർഘമായി സംസാരിക്കാം. ഇന്നത്തെ വിഷയം സമ്പത്ത് ഉണ്ടാക്കുന്നത് കഠിനാധ്വാനത്തിലാണോ അല്ല ബുദ്ധിശക്തിയിലൂടെയാണോ എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കാര്യം, നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, യാതൊരു തർക്കവും ഇല്ല. ആണല്ലോ അല്ലെ? ഒന്ന് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തി, കഠിനാധ്വാനം ചെയ്യുന്നവരാണോ അല്ലയോ? ആണ്. പക്ഷേ പണം എവിടെ? ഈ ചോദ്യം നമ്മൾ പലപ്പോഴും പലതവണയായിട്ട് നമ്മളോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാനൊക്കെ ആ ചോദ്യത്തിന്റെ ഒന്നും ഉത്തരം തേടാൻ തുടങ്ങിയപ്പോഴാണ് ഇതുപോലുള്ള സമയങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഇപ്പോഴും ഓഫീസിൽ നിങ്ങളാണെങ്കിൽ ഇപ്പൊ സമയം, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സമയം 7 o'clock ആണ്, ഈ സമയം. ഈ സമയത്ത് ഓടിപ്പിടിച്ച ഓഫീസിലേക്ക് ഓടേണ്ട സമയമായി. പണ്ടൊക്കെ ആണെങ്കിൽ ഓടിയനെ. പക്ഷേ ദിവസം മുഴുവൻ വേർപ്പോടെ പണിയെടുത്തിട്ടും മാസാവസാനമാകുമ്പോൾ അക്കൗണ്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്, ഒന്നും ബാക്കിയില്ലാത്തൊരവസ്ഥ. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നം പരിശ്രമത്തിലല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രശ്നം മറ്റെന്തോ ഒരു വിഷയത്തിലാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യാത്രയാണ്, പൂർണ്ണമായിട്ടും അല്ല, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ മനസ്സിലാക്കുന്ന കാര്യം ഇത്രയാണ്: കഠിനാധ്വാനം എന്ന് പറയുന്നത് ഒരു സമ്പത്ത് സൃഷ്ടിക്കൽ മാത്രമല്ല, അത് ഒരു ആശ്രയമാണ് എന്ന് മാത്രം. അത് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഒരു ആശ്രയമാണ് കഠിനാധ്വാനം. അത് വേണം, പക്ഷെ അത് മാത്രമായി പറ്റില്ല. പലരും വിശ്വസിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ ഒരു ദിവസം, ആ ദിവസം ഞാൻ വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ പകരം സംഭവിക്കുന്നതോ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യം. അതൊരു പകുതി സത്യം മാത്രമാണ്. കഠിനാധ്വാനം എന്നാൽ നമ്മുടെ ജീവനോപാധി ഉറപ്പാക്കും, അത് ശരിയാണ്. പക്ഷെ സമ്പത്ത് സൃഷ്ടിക്കാൻ അതുകൊണ്ട് മാത്രം കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാണ്? യെസ്, അവിടെയാണ് നമ്മൾ ഇതിനെപ്പറ്റി വളരെ നന്നായി പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടതുമായ കാര്യം കിടക്കുന്നത്. സമ്പത്തുണ്ടാക്കുന്ന സൂക്ഷ്മമായ ചിന്താഗതികളുടെയും ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെയുമായിരിക്കണം എന്നുള്ളത്. ദ മണി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ, ഞാൻ കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ് ദ മണി മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ എന്റർപ്രണർ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പണം നമ്മുടെ പരിശ്രമത്തിലൂടെ മാത്രമല്ല, അത് നമ്മുടെ ധനബുദ്ധിയിലാണ് വളരുന്നത്. ഒരുപാട് പ്രശസ്തരായ ഈ വെൽത്ത് മാസ്റ്ററിയിൽ അക്കാദമിക്കിൽ നേടിയ ഒരുപാട് ആൾക്കാരുടെ പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മെന്റൽ സ്റ്റേറ്റാണ്. ഒരാൾ 12 മണിക്കൂർ നേരം ഡെലിവറി ബോയുടെ ജോലി ചെയ്യുന്നു, മറ്റൊരാൾ 2 മണിക്കൂർ ഓൺലൈൻ കോഴ്സ് പ്ലാൻ ചെയ്യുന്നു. ആർക്കാണ് കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്നത്? അവിടെയാണ് ബുദ്ധിയുടെ ഉപയോഗം കിടക്കുന്നത്. അപ്പൊ ധനബുദ്ധി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധനബുദ്ധി എന്ന് പറഞ്ഞാൽ, ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പണം നേടുന്ന കഴിവ് മാത്രമല്ല, പണം നിലനിർത്താനും വളർത്താനുമുള്ള ഒരു ശാസ്ത്രീയ ബോധം നമുക്കുണ്ടാവണം. പണം എങ്ങനെ വരുന്നു, എവിടെ പോകുന്നു, എങ്ങനെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ള 3 തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഫ്രം വേർ ഇറ്റ്സ് കമ്മിങ്, വേർ ഇറ്റ്സ് ഗോയിങ്, ഹൗ ടു മൾട്ടിപ്ലൈ. ഇത് 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ്
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചവന് മാത്രമാണ് തന്റെ വിജയത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ചോദ്യങ്ങൾക്ക് മനസ്സിലാക്കിയവൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും പണമില്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല. കാരണം അവനിലെല്ലാം ഫ്ലോ ആയി നടക്കും. അപ്പൊ ബുദ്ധിശക്തി എന്നത് പണം കിട്ടിയ ശേഷം എന്ത് ചെയ്യണം എന്നറിയാനുള്ള കഴിവാണ്. പലർക്കും പണം വരുന്നു, പക്ഷേ അത് വളരുന്നില്ല. കാരണം അവർ പണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്റെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ എത്ര പേര് ശ്രവിക്കുന്നുണ്ടാവും, എത്ര പേര് അക്ഷമയോടുകൂടി ഇത് കേൾക്കുന്നുണ്ടാവും എന്നൊന്നും പ്രവചിക്കാൻ ഞാനാളല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇതിന്റെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ആവശ്യമാണോ അല്ലയോ, എല്ലാം അപ് ടു യു. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റമുണ്ടായതുപോലെ നിങ്ങൾക്ക് മാറ്റമുണ്ടാവാൻ സാധ്യമാണ്. നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഒരു വിഷയമില്ല, യു കീപ് മൂവിങ് ഓൺ. നിങ്ങളുടെ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ബുദ്ധിശക്തി തിരിച്ചറിയുമ്പോൾ നിങ്ങളും കാശുകാരനായി മാറും. അപ്പൊ കഠിനാധ്വാനം ബുദ്ധിശക്തിയും ഒരുമിക്കുമ്പോഴാണ് സമ്പത്ത് ജനിക്കുന്നത് എന്ന് തിരിച്ചറിയാം. കഠിനാധ്വാനം ഇല്ലാതെ ബുദ്ധിശക്തിക്ക് വിലയില്ല. പക്ഷെ ബുദ്ധിശക്തി ഇല്ലാതെ കഠിനാധ്വാനം അതൊരു എൻഡ്ലെസ് സൈക്കിൾ ആണ്. നിങ്ങൾ ദിവസം മുഴുവൻ ഓടുന്നു, പക്ഷെ ലക്ഷ്യം മാറുന്നില്ല എന്നുള്ളത്. ബുദ്ധിപൂർവമായ കഠിനാധ്വാനം എന്ന് പറയുന്നത് 4 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്, 3 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഒന്ന്, കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുക. ഏത് ജോലിയാണ് ഫലപ്രദം, ഏത് ജോലിയാണ് എനിക്ക് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം. രണ്ടാമത്തത്, സമയത്തെ നിക്ഷേപിക്കണം, അത് കളയരുത്. ഓരോ മിനിറ്റും ROI എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പ്രവർത്തനത്തിലേക്ക് വിനിയോഗിക്കുക. മൂന്നാമത്തെ കാര്യം, പണം ഉപയോഗിക്കുക, പക്ഷെ പണം ഉപയോഗിക്കപ്പെടരുത്. പണം എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്, പണത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാമെന്നതല്ല. അപ്പൊ പണം നേടാനുള്ള ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റൂ? യെസ്, പണം നേടാനുള്ള ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയാണ് എന്നറിയുക. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ആദ്യ ബാങ്ക് അക്കൗണ്ട് എന്നറിയുക. നിങ്ങൾ പണത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് പണത്തിന്റെ പ്രവാഹത്തെ നിർണ്ണയിക്കുന്നത് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ വളരും. പണം നേടാൻ ഞാൻ പെടണം എന്ന് ചിന്തിക്കുന്നവർ പെട്ടുപോകും കണ്ണാ എന്ന് പറയില്ലേ. പണം എളുപ്പത്തിൽ ബുദ്ധിയോട് നേടാമെന്ന് ചിന്തിക്കുന്നവർ വഴികൾ താനേ കണ്ടെത്തുമെന്നറിയുക. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കഠിനാധ്വാനം ഒരു അടിത്തറ മാത്രമാണ്, പക്ഷെ ബുദ്ധിശക്തി ആ വീടിന്റെ മേൽക്കൂരയാണ് എന്നറിയുക. അതിനാൽ സ്വന്തം ജീവിതം പണിയുമ്പോൾ വെറും കഠിനാധ്വാനം ചെയ്യുന്നു മാത്രമല്ല, ബുദ്ധിപൂർവമായ പരിശ്രമത്തിലൂടെ ചെയ്യുക. അതാണ് യഥാർത്ഥ സമ്പത്തിന് വഴികാട്ടി എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഓരോ ആൾക്കും അതിന് സാധ്യതയുണ്ടാവട്ടെ. നമുക്ക് ഈ പോഡ്കാസ്റ്റ് 100 ദിവസങ്ങൾ പോകാം. അത് കഴിഞ്ഞത് 100 ദിവസം ഒരു പുസ്തകമായിട്ട് നമുക്ക് പുറത്തിറക്കാം. അപ്പോൾ നിങ്ങളെപ്പോൾ ഓരോ ആൾക്കും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കട്ടെ. കൂടെ എനിക്കും വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കട്ടെ. ബിസിനസിന്റെ വളർച്ചയ്ക്കും ധനബോധവൽക്കരണത്തിനും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങൾക്ക് സപ്പോർട്ട് കൃത്യമായി ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക, താഴെ 2 കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ROI ആണെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.